അലക്സ്, ഈ താൽക്കാലികമായി ഈ തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പുഴയിലെ വേലിയേറ്റം സംഭവിച്ചതും വെള്ളത്തിന്റെ ആഴം കുറഞ്ഞതും. അതേപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത്തരത്തിൽ വീണ്ടും ഒരു തെരച്ചിലിന് സാധ്യതയുണ്ടോ? കൃഷ്ണ, തീർച്ചയായും. അതായത് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേലിയിറക്ക സമയമാണ്. ആ ജലനിരപ്പ് സ്വാഭാവികമായി താഴും. അത് കഴിഞ്ഞാൽ ഈ ഡൈവർമാർ അടക്കം വീണ്ടും ഒരുപക്ഷെ പരിശോധന നടത്തും. ഈശ്വർ മാൽപ്പെ അടക്കം വീണ്ടും ഒരുപക്ഷെ ഈ കോൺടാക്ട് പോയിന്റ് 3യിലും അതിനും പരിസരത്തുമൊക്കെ പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം രാവിലെ ഇറങ്ങിയതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഏതാണ്ട് 4 സിലിണ്ടർ ഓക്സിജൻ തീരുന്നത് വരെ ഈ പുഴയുടെ അടിത്തട്ടിൽ പരിശോധന നടത്തിയ ആളാണ് ഈശ്വർ മാൽപ്പെ. ഇന്നിപ്പോൾ ഈ ഡ്രഡ്ജിംഗ് കമ്പനി എത്തിച്ച ഡൈവർമാർ കൂടിയുണ്ട്. അവർക്ക് ഈ ഷോൾഡറിൽ തൂക്കുന്നതിനുള്ള സിലിണ്ടറിലല്ല ഓക്സിജൻ, അവരുടെ വലിയ ഓക്സിജൻ സിലിണ്ടർ അത് കരയ്ക്ക് എത്തിച്ചതിന് ശേഷം അവർക്ക് ട്യൂബ് അത് ഈ പുഴയിലേക്ക് ഇട്ടുകൊടുത്ത് ആ ട്യൂബിൽ നിന്നാണ് അവർ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സംവിധാനമാണ് അവർക്ക് ഏർപ്പെടുത്തിയിരുന്നത്. എന്താണെങ്കിലും 2 സംഘം ഡൈവർമാരും കയറിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരുപക്ഷെ വീണ്ടും ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇന്നലെയും സമാനമായിരുന്നു സാഹചര്യം. ഏതാണ്ട് ഈ വേലിയേറ്റ സമയത്ത് മണ്ണ് നീക്കം ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുണ്ട്, ആ മണ്ണ് കൊണ്ട് തട്ടുന്നതിനും ബുദ്ധിമുട്ടുണ്ട്, ആ ബാർജിൽ ശേഖരിച്ച മണ്ണ് കൊണ്ട് മറ്റിടത്തേക്ക് നിക്ഷേപിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അതിനുശേഷമായിരിക്കും അത് പുനരാരംഭിക്കുക. കഴിഞ്ഞ ദിവസവും അത് അങ്ങനെ തന്നെയാണ് നടന്നത്. ഇന്നും അത് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. കാരണം ഈ CP3 പോയിന്റിലേക്ക് കൂടുതൽ വസ്തുക്കൾ കണ്ടെത്തുന്നത് ഈ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തും. 3 തടിക്കഷ്ണങ്ങൾ ഈ ആഴങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് മുങ്ങിയെടുത്തിട്ടുണ്ട്. ആ തടിക്കഷ്ണങ്ങൾ തൻ്റെ ലോറിയുടേതാണെന്ന് മനാഫ് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് അർജുൻ ഓടിച്ച വാഹനത്തിലേതാണ് ആ തടിക്കഷ്ണങ്ങളെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആ ലോറിയിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന്, അതായത് ഈ തൊട്ടടുത്ത് തന്നെ CP1, 2, 3, 4 എന്ന് പറയുന്ന പോയിന്റുകളുടെ ഇടയിൽ നിന്ന് തന്നെ ആ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഒഴുകി മറ്റു കരകളിലേക്ക് എത്തിയ തടിക്കഷ്ണങ്ങൾ നേരത്തെ മുൻ ദിവസങ്ങളിൽ 2ാം ഘട്ട തിരച്ചിൽ നടക്കുന്ന സമയത്തൊക്കെ കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ കാര്യമായി തടിക്കഷ്ണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതുപോലെ ലോഹഭാഗങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ചില ലോഹഭാഗങ്ങൾ തൻ്റേതാണ് എന്ന് മനാഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനം കഴിഞ്ഞ ദിവസം, അതായത് ഈ പരിശോധന തുടങ്ങിയ ആദ്യ ദിവസം, അതായത് മെനിഞ്ഞാന്ന് വൈകുന്നേരം 20 മിനിറ്റോളം നടത്തിയ പരിശോധനയിലാണ് ഈ ലോറിയുടെ പിൻഭാഗത്ത് വെള്ളം ഘടിപ്പിക്കുന്നതിന് വേണ്ടി വെള്ളം ടാങ്ക്, അതായത് വാട്ടറിന്റെ ടാങ്ക് ഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബേസ്മെന്റ്, സ്റ്റീലിലെ ബേസ്മെന്റ് കിട്ടിയത് മെനിഞ്ഞാന്ന് നടന്ന തിരച്ചിലാണ്. അത് തന്റെ വാഹനത്തിലേതാണെന്ന് മനാഫ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് അർജുൻ ഓടിച്ച വാഹനത്തിലേതാണ്. അങ്ങനെ ചില സൂചനകളുണ്ട്. അപ്പോഴും ക്യാബിൻ തകർന്നു പോകാനുള്ള സാധ്യത അത് മനാഫ് കാണുന്നില്ല. ക്യാബിൻ തകരാനുള്ള സാധ്യത വളരെ നന്നേ കുറവാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈശ്വർ മാൽപ്പെ ഉപയോഗിച്ച് ഈ ഗംഗാവലി പുഴയുടെ പലയിടങ്ങളിലും ഒപ്പം ഇത് ചെന്ന് കടലിൽ ചേരുന്ന ഭാഗത്തും കടലിന്റെ വിവിധ ഇടങ്ങളിലും പരിശോധന നടത്തിയിട്ടുണ്ട്. മുങ്ങിത്താനുള്ള പരിശോധന നടത്തിയിട്ടുണ്ടെന്നാണ് മനാഫ് പറയുന്നത്. അവിടെയൊന്നും നിന്ന് തന്റെ വാഹനത്തിൽ ഒരു ഭാഗം പോലും, ഒരു ഫൈബർ കഷ്ണം പോലും തനിക്ക് ലഭിച്ചിട്ടില്ല. ചില അൾട്രേഷനൊക്കെ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഫൈബർ കഷ്ണമൊക്കെ അങ്ങനെ ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ലഭിക്കേണ്ടതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അതായത് തന്റെ ക്യാബിനിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത നന്നേ കുറവാണ്. പുറത്ത് ഘടിപ്പിച്ച ചില വസ്തുക്കളാണ് അവിടെ ഇവിടെ നിന്ന് കിട്ടുന്ന ലോഹഭാഗങ്ങളും അതുപോലെ വണ്ടിയിൽ തടിക്കഷ്ണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹം പറയുന്നത് ഈ CP4 എന്ന് പറയുന്ന പോയിന്റിൽ വാഹനം ഉണ്ടാകും. അവിടെ പ്രത്യേകിച്ച് നടത്തേണ്ട പരിശോധന അദ്ദേഹം പറയുന്നത് ഈ ഡ്രഡ്ജർ കുറച്ചുകൂടി ആ ഭാഗത്തേക്ക് പൊസിഷൻ ചെയ്തുകൊണ്ട് ആ ഡ്രഡ്ജറിലെ ഹിറ്റാച്ചിയിലെ യന്ത്രക്കൈ ഉപയോഗിച്ച് അതിനടിയിലുള്ള, അത് പാറക്കഷ്ണമാണെങ്കിൽ പാറക്കഷ്ണം, അതല്ല എങ്കിൽ ചെളിയും മണ്ണുമാണെങ്കിൽ അത് നീക്കം ചെയ്ത് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധന നടത്തിയാൽ ഒരുപക്ഷെ ആ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയേക്കാം, അതിന്റെ സൂചനകൾ ലഭിച്ചേക്കാം എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് മനാഫ്. അത് മാത്രമല്ല അദ്ദേഹം പറയുന്നത് സ്വന്തം നിലയ്ക്ക് മംഗലാപുരത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്റെ കയ്യിൽ തന്നെ ക്രെയിൻ അടക്കമുള്ള സംവിധാനമുണ്ട്. ഇവിടേക്ക് അത് എത്തിക്കുന്നതിനുള്ള സംവിധാനം അധികൃതർ ചെയ്തു തന്നാൽ താൻ അതിവിടെ എത്തിച്ച് താൻ സ്വന്തം നിലയ്ക്ക് തന്നെ ഈ വസ്തുക്കൾ ഇവിടെ നിന്ന് കരയിൽ നിന്ന് അത് ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു കയറ്റാനൊക്കെ താൻ തയ്യാറാണ്, സജ്ജമാണ്, സന്നദ്ധനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിന് കേരള സർക്കാരിന് പിന്തുണ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം ക്രിസ്റ്റീന, ഞാൻ നേരത്തെ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് ഈ ദൗത്യത്തിന്റെ അവസാന ഘട്ടമാണെന്നുള്ളതാണ്. ഈ ദൗത്യം ഇനി അത്ര കണ്ട് ഒരുപാട് ദിവസം തുടരും എന്ന് വിശ്വസിക്കാൻ വയ്യ. അത് ആവർത്തിച്ചവർ വ്യക്തമാക്കുന്നുണ്ട്, ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. ഏതാണ്ട് 95 ലക്ഷം രൂപ മുടക്കി, 1 കോടിക്ക് അടുത്ത് രൂപ മുടക്കിയാണ് ഈ ഗോവയിൽ നിന്ന് ഈ ഡ്രഡ്ജിംഗ് സംവിധാനം ഇവിടേക്ക് എത്തിച്ച് പരിശോധന നടത്തുന്നത്. ആ പരിശോധനയ്ക്ക് എടുക്കേണ്ട കാലതാമസം എടുക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം കാലതാമസമുണ്ട് എന്ന ആരോപണം, എന്ന ആക്ഷേപം അതിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വേഗതയിൽ ഈ ഉള്ള സമയത്ത് അവർക്ക് ഇവിടെ വന്ന് അവരുടെ പ്രവൃത്തി നടക്കുന്ന സമയത്ത് അത് കാര്യക്ഷമമായി നടപ്പിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അത് മുതിരുന്നില്ല. അങ്ങനെ ഒരു അകാരണമായ കാലതാമസം അതിലുണ്ട് എന്നുള്ളത് പരാതിയായി പറയുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ഇടങ്ങളിൽ മണ്ണുമാന്തിയുള്ള പരിശോധന. കുടുംബം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയും കഴിഞ്ഞ ദിവസവും
ഈ പരിശോധന നടന്നത് ഡൈവിങ്ങിനെ പിൻപറ്റിയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്, അർജുന്റെ കുടുംബം പറയുന്നത്. അങ്ങനെ ഡൈവിങ്ങിനെ പിൻപറ്റിയല്ല പരിശോധന നടത്തേണ്ടത്. പ്രാഥമിക മുൻഗണന നൽകേണ്ടത് ഡൈവിങ്ങിനല്ല, അതായത് ആഴങ്ങളിൽ ഇറങ്ങിയുള്ള പരിശോധനയ്ക്കല്ല. പകരം ഈ ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടി ഇവിടെ എത്തിച്ച ഡ്രഡ്ജിംഗ് സംവിധാനം ഉപയോഗിച്ച് മണ്ണും നീക്കം ചെയ്തുള്ള പരിശോധനയ്ക്കാണ് മുൻഗണന. ശിരൂരിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദാണ്.